കൊല്ലം കുണ്ടറയിൽ പാളത്തിന് കുറുകെ രണ്ടിടത്ത് ടെലിഫോൺ പോസ്റ്റ് വെച്ചു. കുണ്ടറ ആറുമുടിക്കടയ്ക്ക് സമീപമാണ് റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയത്. ഏഴുകൺ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, എന്താണ് സംഭവം? ഇത്തരത്തിൽ ട്രെയിനെ ആക്രമിക്കാനാണോ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നത് എന്ന കാര്യമാണ് പ്രാഥമികമായും അറിയേണ്ടത്. പുലർച്ചെ 3:30 സംഭവം. ഇതിൽ ആരോ നാട്ടുകാർ തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചത്. പോലീസ് എത്തി. ആദ്യത്തെ രണ്ടിടത്തുണ്ടായിരുന്നു. ആദ്യത്തെ പോസ്റ്റ് പോലീസ് ആ പോസ്റ്റ് നീക്കം ചെയ്തു. പാളത്തിന് കുറുകെ വെച്ചിരുന്ന പഴയ ടെലിഫോൺ പോസ്റ്റിന്റെ പൈപ്പാണ് ഉണ്ടായിരുന്നത്, അത് നീക്കം ചെയ്തു. എന്നാൽ രണ്ടാമത്തത് ട്രെയിൻ ചെറുതായിട്ട് വന്ന് തട്ടുകയും ചെയ്തു. 3:30 കടന്നു പോകുന്ന പാലരുവി എക്സ്പ്രസിനെ ലക്ഷ്യം വെച്ചാണോ എന്നാണ് ഇപ്പോഴത്തെ സംശയം. ആരെങ്കിലും മദ്യലഹരിയിൽ ചെയ്തതാണോ അതോ ബോധപൂർവം ട്രെയിൻ ഒരു അട്ടിമറി, ഒരു അപകടം സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്തതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്. ലോക്കൽ പോലീസും അന്വേഷിക്കുന്നുണ്ട്, റെയിൽവേ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. റെയിൽവേയുടെ മധുര ഡിവിഷനിലുള്ള ഇതിന്റെ ഈ സേഫ്റ്റി ഉദ്യോഗസ്ഥർ അവര് അടിയന്തരമായി തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. റെയിൽവേയുടെ ഇന്റലിജൻസ് വിങ്ങും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് ആരെങ്കിലും ആ പ്രദേശത്ത് മുൻപ് എന്തെങ്കിലും തരത്തിൽ ഇതുപോലൊരു സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, പല കാര്യങ്ങളും ഈ അന്വേഷണത്തിന്റെ പരിധിയിലാണ്. ആദ്യം രാജ്കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ട്രെയിനെ ലക്ഷ്യമാക്കിയാണോ ഒരു അട്ടിമറി ശ്രമമാണോ എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ CCTV അടക്കമുള്ള പരിശോധനകൾ ഇനി പോലീസിന്റെ ഭാഗത്തുനിന്നും റെയിൽവേയുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, സേഫ്റ്റി നോക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. റെയിൽവേയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അവര് മധുര ഡിവിഷനിലാണ്. ഈ കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാത എന്നും മധുര ഡിവിഷന്റെ കീഴിലാണ്. സ്വാഭാവികമായും അവിടുത്തെ ഇതിന്റെ എൻക്വയറി ആരംഭിച്ചിട്ടുണ്ട്. അവരിപ്പോൾ പ്രാഥമികമായ അന്വേഷണം ഇത് സംബന്ധിച്ച് നടത്തും. മധുര ഡിവിഷൻ മാനേജർ ഉൾപ്പെടെ സ്ഥലം സന്ദർശിക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ തള്ളിക്കളയാനാകില്ല, വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും റെയിൽവേ പോലീസും RPF-ഉം അതുപോലെ റെയിൽവേ പോലീസും ലോക്കൽ പോലീസും ഒക്കെ ഇപ്പോൾ ഇത് അന്വേഷിക്കുന്നുണ്ട്. സ്ഥലത്തെ ജനപ്രതിനിധികളും മറ്റും സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരും നാട്ടുകാരുമായി സംസാരിക്കുന്നു. രാത്രി അതുവഴി കടന്നുപോയ വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ തുടങ്ങിയ എല്ലാ വാഹനങ്ങളുടെയും CCTV ദൃശ്യങ്ങൾ മറ്റും പരിശോധിക്കുന്നുണ്ട്. അതിൽ ആരെങ്കിലും നടന്നുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ചിത്രങ്ങൾ കൂടി ഇപ്പോൾ പോലീസ് ശേഖരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.